എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ നോക്കാം. ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ്. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോർമൽ റിയാക്ഷൻ. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. Next one, angle of repose. Then cone of friction. Next one, the last one is loss of friction. ഓക്കെ, ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്. ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, നോർമൽ റിയാക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റീപോസ്, കോൺ ഓഫ് ഫ്രിക്ഷൻ, ദെൻ ലാസ്റ്റ് വൺ ലോസ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ ഡെഫിനിഷൻ എന്താണ് നമുക്ക് നോക്കാം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ദി മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് കംസ് ഇൻ ടു പ്ലേ വെൻ എ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഓവർ ദി സർഫസ് ഓഫ് ദി അതർ ബോഡി ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ടതാണ് ഇത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്രിക്ഷനെ പറ്റി അറിയണം. എന്താണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? ഫ്രിക്ഷൻ എപ്പോഴാണ് ഉണ്ടാകുക? വെൻ എ ബോഡി മൂവ്സ് ഓർ ടെൻസ് ടു മൂവ് ഓൺ അനദർ ബോഡി എ ഫോഴ്സ് അപ്പിയേഴ്സ് ബിറ്റ്വീൻ ദി സർഫസ്. അതാണെന്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലേ? അതായത് ഒരു ബോഡി വേറൊരു ബോഡിയുടെ സർഫസിൽ മൂവ് ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാകുന്ന ഫോഴ്സാണ് എന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് എന്താണ്? ഒരു ബോഡി നോക്കൂ, നമ്മളൊരു സർഫസ് വരച്ചു. ആ സർഫസിൽ എന്തുണ്ട്? ഒരു ബോഡി റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ബോഡി സർഫസിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ബോഡിയെ നമ്മൾ മൂവ് ചെയ്യാണ്. അപ്പോൾ ഒരു ബോഡി m കിലോഗ്രാം മാസുള്ളൊരു ബോഡി വേറൊരു ബോഡിയുടെ സർഫസിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സാണ് എന്ത് പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു P എന്നുള്ള ഫോഴ്സാണ് നമ്മൾ ഈ ഒരു ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ആരുണ്ടാകുക? നമ്മളുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ആരുണ്ടാവുക? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സും ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് തമ്മിലുള്ള ബന്ധം എന്താണ്? നോക്കൂ, ഇപ്പോൾ നമുക്കൊരു ബോഡി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ m കിലോഗ്രാം മാസുള്ള ഒരു ബോഡിയുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം 150 ന്യൂട്ടൺ ഫോഴ്സ് വേണം ഈ ഒരു ബോഡിയെ ഈ ഒരു സർഫസിലൂടെ മൂവ് ചെയ്യണമെങ്കിൽ. ഓക്കെ, 150 ന്യൂട്ടൺ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു ബോഡി ഈ ഒരു സർഫസിലൂടെ മൂവ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ 10 ന്യൂട്ടൺ 20 ന്യൂട്ടൺ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? ഈ ഒരു ബോഡി മൂവ് ചെയ്യില്ല. നമ്മൾ ഫോഴ്സ് അപ്ലൈ ആകുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു ബോഡി മൂവ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു എന്താണ്? 150 ന്യൂട്ടനാണ് എന്തിനു വേണ്ടത്? ഈ ഒരു ബോഡിയെ ഈ ഒരു സർഫസിലൂടെ ജസ്റ്റ് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഫോഴ്സ്. ഈ ഒരു 150 ന്യൂട്ടനെക്കാളും എത്ര കൊടുത്ത് 150 ന്യൂട്ടനെക്കാളും ഫോഴ്സ് അധികമാണെങ്കിൽ സംഭവിക്കും? ഈ ഒരു ബോഡി മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം ഇപ്പോൾ ഒരു 30 ന്യൂട്ടൺ നമ്മൾ കൊടുത്തു. ഒരു 30 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ കൊടുത്തു. ഈ ഒരു ബോഡിയിൽ നമ്മൾ 30 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കില്ല? ഈ ഒരു ബോഡി എന്ത് ചെയ്യില്ല? മൂവ് ചെയ്യില്ല. ഈ ബോഡി എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത്? കാരണം ഫ്രിക്ഷൻ കാരണമാണ്.
അപ്പോൾ എത്ര ഒരു ഫ്രിക്ഷണൽ ഫോഴ്സാണ് ഇവിടെ ഉണ്ടാകുന്നത്? ഇവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 30 ന്യൂട്ടൺ തന്നെയായിരിക്കും. അതായത് ഇവിടെ നമ്മൾ 30 ന്യൂട്ടൺ കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടാകും? ഇവിടെയും ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താകും? 30 ന്യൂട്ടൺ ആകും. ഓക്കെ, ഇനി നമുക്ക് മാറ്റി നോക്കാം. നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഒരു 50 ന്യൂട്ടൺ ആണെന്ന് എഴുതിക്കോളൂ. 50 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ ഫോഴ്സ് വീണ്ടും എന്താവും? 50 ആകും. അതായത് പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നില്ല. ഇവിടെയൊക്കെ നമ്മൾ ഈ ഫോഴ്സ് ഇങ്ങനെ കൂട്ടി വരുമ്പോൾ സംഭവിക്കുന്നില്ല, ബോഡി മൂവ് ആവുന്നില്ല. 150 ആകുന്നവരെന്ത് സംഭവിക്കുന്നില്ല? ഇവിടെ ബോഡി മൂവ് ചെയ്യില്ല. ഓക്കെ, 150 ന്യൂട്ടൺ ഫോഴ്സ് ആണെന്ത്? മിനിമം ഫോഴ്സ് റിക്വയർഡ് ടു മൂവ് ദിസ് ഒബ്ജക്റ്റ്. ഓക്കെ, മൂവ് ദിസ് ഒബ്ജക്റ്റ് ഓർ ബോഡി. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി വന്ന് 150 ആവുമ്പോഴേ എന്ത് സംഭവിക്കുള്ളൂ? ഈ ഒരു ബോഡി മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ 30 കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് 30 ആയി. 50 കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഫ്രിക്ഷൻ ഫോഴ്സ് 50 ആയി. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഒരു 80 കൊടുക്കുകയാണെന്ന് എഴുതിക്കോളൂ. അപ്പോൾ നമ്മൾ 80 അല്ല, ഫോർ എക്സാമ്പിൾ ഒരു 100 കൊടുക്കുകയാണ്, ഒരു 100 ന്യൂട്ടൺ കൊടുക്കുകയാണ്. അപ്പോഴും എന്ത് ചെയ്യുന്നില്ല? ഈ ബോഡി മൂവ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തുണ്ടാകുന്നുണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 100 ന്യൂട്ടൺ ആണ്. ഓക്കെ, അതായത് ഇത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ട് സെയിം എമൗണ്ട് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സിന് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബോഡി മൂവ് ചെയ്യാത്തത്. ഓക്കെ അല്ലേ? അതായത് ഈ ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു മിനിമം ഫോഴ്സ് ആവശ്യമാണ്. ഓക്കെ, ഒരു മിനിമം ഫോഴ്സ് ആവശ്യമാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത് കൺസിഡർ ചെയ്യാൻ പറഞ്ഞത് 150 ന്യൂട്ടൺ. ഈ 150 ന്യൂട്ടണെക്കാട്ടിലും കൂടുതലായ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഈ ഒരു ബോഡി മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, അതായത് ഇതിൻ്റെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150 ന്യൂട്ടൺ ആണ്. അത് 150 ന്യൂട്ടൺ കൊടുക്കുന്നവരെന്ത് സംഭവിക്കും? ഈ ഒരു ബോഡി അനങ്ങില്ല. ഓക്കെ, ഈ ഒരു ബോഡി മൂവ് ചെയ്യില്ല. അത് ഇവിടെ നമ്മൾ 150 ആണെങ്കിൽ എന്താണ്? ഇവിടെയും ഫ്രിക്ഷൻ ഫോഴ്സ് 150 ആകും. ഓക്കെ, ഈ 150നേക്കാൾ കൂടുതലായ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഈ ഒരു ബോഡി മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ച് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി മാക്സിമം വാല്യൂ അല്ലേ? എന്താണ്? ഇറ്റ് ഈസ് ദി അല്ലേ? എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? ദി മാക്സിമം വാല്യൂ ഓഫ് frictional force, the maximum value of frictional force which comes into play when a body just begins to എന്താണ്? slide over the surface of the other body. Okay, surface of the other body is known as എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? എന്താണ്? ദ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് which comes into play when a body just begins to slide over the surface of the other body is known as limiting friction. ഇവിടെ ഏത് ഇമ്പോർട്ടൻ്റ് ആണ്? ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ആണ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു. എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. എന്താണ് നോർമൽ റിയാക്ഷൻ? നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് നോർമൽ റിയാക്ഷൻ. വളരെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എന്താണ് നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദി സർഫസ് വിച്ച് ഈസ് റെസ്റ്റിംഗ് ദ ബോഡി എക്സേർട്ട് ആൻ അപ്വേർഡ് റിയാക്ഷൻ ഓൺ ദി ബോഡി. ഓക്കെ, അതായത് എന്താണ്? ഒരു ബോഡി നോക്കൂ, നമുക്ക് ജസ്റ്റ് ഒരു ഫിഗർ വരച്ച് നോക്കാം. ഒരു ബോഡി ഒരു സർഫസിൽ റെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആണ്. ആ ഹൊറിസോണ്ടൽ സർഫസിൽ എന്ത് ചെയ്തു?
നമ്മളൊരു ബോഡി അങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ബോഡിക്ക് വെയിറ്റ് ഉണ്ടാകും അല്ലേ? ഈ ഒരു ബോഡിക്ക് വെയിറ്റ് ഉണ്ടാകും. ആ വെയിറ്റ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുക? നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുക? ഈ ഒരു ബോഡിയുടെ വെയിറ്റ് ആക്ട് ചെയ്യുക അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വെയിറ്റ് നേരെ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഒരു ബോഡി ഈ ഒരു പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അല്ലേ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ സർഫസ് ഈ ബോഡിയുടെ വെയിറ്റിന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സർഫസ് ഈ ഒരു ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിയാക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ? ഒരു റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ റിയാക്ഷൻ ഫോഴ്സിനാണ് നമ്മളെന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിയാക്ഷൻ ഫോഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ടാണ് എന്തുണ്ടാവുക? ഈ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നേരെ ഇല്ല ഈ ഒരു സർഫസ് ഈ ഒരു ബോഡിയിൽ വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് കൊടുക്കുന്ന ഫോഴ്സാണെന്ത്? നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ്? ദ സർഫസ് വിച്ച് ഈസ് റെസ്റ്റിംഗ് ദ ബോഡി എക്സേർട്സ് ആൻ അപ്വേർഡ് റിയാക്ഷൻ ഓൺ ദ ബോഡി. ദിസ് റിയാക്ഷൻ വിച്ച് ഈസ് ടേക്കൺ ടു ആക്ട് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഈസ് കാൾഡ് നോർമൽ റിയാക്ഷൻ. ഓക്കെ, നമ്മൾ ജനറലായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആർ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ ജനറലായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ആർ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, വളരെ സിമ്പിളാണ്. അതായത് എന്താണ്? ഒരു ബോഡി ഒരു സർഫസിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ആ ബോഡിയിൽ നമ്മളുടെ സർഫസ് വെർട്ടിക്കലായിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സാണ് എന്ത് പറയുന്നത്? നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഈ ഒരു വെയിറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളുടെ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കൂ, നമുക്ക് നമ്മളുടെ ബോഡി റെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനാണെന്ന് എഴുതിക്കോളൂ. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഇൻക്ലൈൻഡ് പ്ലെയിൻ വരയ്ക്കാം. ഓക്കെ, ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിനാണ്. ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നമ്മൾ ഒരു ബോഡി ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഈ ബോഡിക്ക് വെയിറ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഈ ഒരു ബോഡിക്ക് വെയിറ്റ് ഉണ്ടാകുന്നുണ്ട്. ആ വെയിറ്റ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? നേരെ താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ എങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന നമ്മുടെ നോർമൽ റിയാക്ഷൻ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു എന്താണ്? നമ്മളൊരു ബോഡി റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ആ ബോഡിയിൽ സർഫസ് വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സർഫസിന് വെർട്ടിക്കലി അപ്വേർഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയാണ് വരിക അല്ലേ? അപ്പോൾ ഇതാണെന്ത്? ആർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ റിയാക്ഷൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇതിന് നേരെ ഈ ഒരു സർഫസിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എഴുതാം. എന്താണ്? ദ സർഫസ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് എഴുതാം. ഓക്കെ, ദ സർഫസ് വിച്ച് ഈസ് റെസ്റ്റിംഗ് the body which is resting the surface which is resting the body exerts an upward reaction exerts an upward reaction on the body okay, this reaction which is taken to act perpendicular to the plane is called normal reaction. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായുള്ള ടോപ്പിക്കാണ് എന്ത്? നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് നോർമൽ റിയാക്ഷൻ എന്നും എന്താണ് നമ്മളുടെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഈ ഒരു പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ആംഗിളാണ് എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്?
ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ മെയ്ഡ് ബൈ ദി റിസൾട്ടൻറ്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫിഗർ നോക്കാം. ആ ഫിഗറിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ പഠിക്കാം. അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു ഇൻക്ലൈൻഡ് സർഫസ് നമുക്ക് കാണാം. ഓക്കെ, ഇതൊരു ഇൻക്ലൈൻഡ് സർഫസ് ആണ്. ഇൻക്ലൈൻഡ് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചെരിഞ്ഞൊരു പ്രതലമാണ്. ഹൊറിസോണ്ടൽ അല്ല, എന്താണ്, ഒരു ചെരിഞ്ഞൊരു പ്രതലമാണ്. ആ ചെരിഞ്ഞ പ്രതലത്തിൽ ആരുണ്ട്, ഒരു ബോഡി ഇരിക്കുന്നുണ്ട് അല്ലേ, ഒരു ബോഡി ഇരിക്കുന്നുണ്ട്. ആ ബോഡി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ബോഡി താഴത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും അല്ലേ. നമ്മളൊരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബോഡി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു നിശ്ചിത ആംഗിൾ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ബോഡി ഇങ്ങനെ താഴത്തേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്കെന്ത് നോക്കാം, ഈ ഒരു ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൈൻഡ് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ബോഡി നേരെ എന്താ ചെയ്യുന്നത്, നേരെ താഴത്തേക്ക് മൂവ് ചെയ്യാനാണ് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തുണ്ടാകുന്നുണ്ട്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. ആ ഫ്രിക്ഷൻ ഫോഴ്സ് നമ്മൾ എന്ത് പേര് കൊടുത്തു, എഫ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, ആ ഫ്രിക്ഷൻ ഫോഴ്സ് നമ്മൾ എഫ് എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, എന്താണ്, ഒരു ബോഡി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, ആ ബോഡി നേരെ താഴത്തേക്ക് വരാൻ ഇങ്ങനെ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഇത് നേരെ എഗെയിൻസ്റ്റ് ആയിട്ട് ആരുണ്ടാകും, ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാകും. ഓക്കെ, ആ ഫ്രിക്ഷൻ ഫോഴ്സ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തു, എഫ് എന്നുള്ള ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ ഡിനോട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ആർ എന്താണ്, ആർ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, എന്താണ്, നോർമൽ റിയാക്ഷൻ ആണ്. നോർമൽ റിയാക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുക, ഒരു ബോഡി ഒരു പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സർഫസ് ആ ബോഡിയിൽ എന്തുണ്ടാക്കും, ഒരു വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാക്കും. അതാണ് എന്ത് പറയുന്നത്, നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും നോർമൽ റിയാക്ഷനും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി എന്തുണ്ട്, ഒരു റിസൾട്ടൻറ്റ്. ഓക്കെ, ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ കാണിച്ചില്ല ആ ഒരു റിസൾട്ടൻറ്റ്. ഓക്കെ, ഒരു ബ്ലൂ എങ്കിൽ കാണിച്ചില്ല എന്താണ്, ഇതിൻ്റെ റിസൾട്ടൻ്റ് ആണ്. അതായത് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും കൂടി എഫക്റ്റ് ആണെന്ന് പറയുന്നത് ഇതിന് നേരെ നടുക്കിലൂടെ ഉണ്ടാകുന്നത്. നേരെ നടുക്കിലൂടെ എന്നില്ല, ഏത് ഫോഴ്സാണോ കൂടുതൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. ഓക്കെ, അതായത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, എന്താണ്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിനും കൂടി റിസൾട്ട് ഉണ്ട്. ഇതിൻ്റെ രണ്ടിനും കൂടി റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഒരു തുക, അതിൻ്റെ ഒരു സമ്മ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മൾ രണ്ട് ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെ ഉണ്ടാവുക, നേരെ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, റിസൾട്ടൻ്റ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ള എന്താണ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, ആംഗിൾ മെയ്ഡ് ബൈ ദി റിസൾട്ടൻറ്റ്. ഓക്കെ, ആംഗിൾ മെയ്ഡ് ബൈ ദി റിസൾട്ടൻറ്റ് ഓഫ് എന്താണ്, ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ. ഓക്കെ, ആംഗിൾ മെയ്ഡ് ബൈ ദി റിസൾട്ടൻറ്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ. ആംഗിൾ മെയ്ഡ് ബൈ ദി റിസൾട്ടൻറ്റ് ഓഫ് എന്താണ്, ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ വിത്ത് ദി എന്താണ്, നോർമൽ റിയാക്ഷൻ ഈസ് കാൾഡ് എന്താണ്, അതാണ് എന്ത് പറയുന്നത്, നമ്മളുടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് എഴുതാം. എന്താണ് ആംഗിൾ മെയ്ഡ് ബൈ ദി റിസൾട്ടൻറ്റ് ഓഫ് ആംഗിൾ മെയ്ഡ് ബൈ ദി റിസൾട്ടൻറ്റ് ഓഫ് എന്താണ്, ഏതൊക്കെയാണ് റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെയാണ്, റിസൾട്ടൻറ്റ് ഓഫ് എന്താണ്, ഫ്രിക്ഷൻ ആൻഡ് ആംഗിൾ മെയ്ഡ് ബൈ ദി റിസൾട്ടൻറ്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ വിത്ത് ദി normal reaction is called എന്താണ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഒന്നുമില്ല, ജസ്റ്റ് വളരെ സിമ്പിളാണ്. എന്ത്, ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നമ്മളുടെ നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻ്റ് ഉണ്ട് അല്ലേ. ആ റിസൾട്ടൻറ്റും ഈ ഒരു റിസൾട്ടൻറ്റും നോർമൽ റിയാക്ഷനും തമ്മിലുണ്ടാക്കുന്ന ഫോഴ്സാണ് തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണെന്ത് പറയുന്നത്, നമ്മളുടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഫൈ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. നമുക്ക് അടുത്ത് നോക്കാം
കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളായുള്ള ടോപ്പിക്കാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ടു ദി നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദി ടു ബോഡീസ് ആൻഡ് ഈസ് ജനറലി ഡിനോട്ടഡ് ബൈ മ്യൂ. ഓക്കെ, അതായത് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇത് ലെറ്റർ ബേസ്ഡാണ്, മ്യൂ എന്നുള്ള ലെറ്റർ ബേസ്ഡാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഇതിൻ്റെ ഒരു എന്താണ് ഒരു കഥ പോലെയാണ് പറയുന്നത്. അതായത് ഫ്രിക്ഷൻ എന്നുള്ള ടോപ്പിക് എന്താണ്, നമുക്കിങ്ങനെ ഒരു ഒഴുക്കിലാണ് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ആദ്യം നമ്മൾ പറഞ്ഞത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ പറഞ്ഞു, പിന്നെ നോർമൽ റിയാക്ഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ പറഞ്ഞു, അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അതായത് ഇതൊക്കെ എന്താണ് ഒരു കണക്റ്റഡ് ആണ്. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്നുള്ള ഇങ്ങനെ വരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത് പഠിക്കുന്നതാണ്, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഡെഫിനിഷൻ എഴുതാം. ആ ഡെഫിനിഷൻ തന്നെ എന്തുണ്ട്? എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. It is the ratio of the limiting friction to the normal reaction between the two bodies. Normal reaction between the two bodies and is generally denoted by mu. ഓക്കെ, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ഇതിൻ്റെ ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതി നോക്കാം. അപ്പോൾ എന്താണ് മ്യൂ എന്ന് പറഞ്ഞാൽ? അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി റേഷ്യോ ആണ് അല്ലേ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും തമ്മിലൊരു റേഷ്യോ ആണ്. അപ്പോൾ എഫ് ഡിവൈഡഡ് ബൈ ആർ ആണ് എന്ത് പറയുന്നത് നമ്മളുടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൽ നോക്കാം. ഇവിടെ നോക്കൂ, ഈ ഫോഴ്സ് എഫ് ആണല്ലേ, ഈ ഫോഴ്സ് എഫ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫോഴ്സ് നേരെ മുകളിലേക്ക് എടുത്തെഴുതാം. ഓക്കെ, എന്താണ് ഈ ഒരു ഫോഴ്സ് എഫ് ആണെങ്കിൽ എന്തായിരിക്കും അല്ലേ? ഇത് എഫ് ആയിരിക്കും അല്ലേ. അപ്പം നമുക്കിതിൻ്റെ ഒരു നമ്മുടെ ട്രയാങ്കുലർ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ നമുക്കറിയാം അല്ലേ. ട്രയാങ്കുലർ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ നമുക്കറിയാം അല്ലേ. എന്താണ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ എന്ന് പറഞ്ഞാൽ? ഇങ്ങനൊരു ഫോഴ്സ് ഉണ്ട് അല്ലേ, നോർമൽ റിയാക്ഷൻ ഇങ്ങനൊരു ഫോഴ്സ് ഉണ്ട്. നമുക്ക് ഈ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് നേരെ മുകളിലേക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് അല്ലേ. അപ്പോൾ നോക്കൂ, ഇവിടെ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, എന്താണ്? ആറാണ്. ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, എന്താണ്? എഫ് ആണ് അല്ലേ. അപ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ടിൻ്റെ എങ്ങനെ എഴുതുക? നമ്മൾ റിസൾട്ടിൻ്റെ എഴുതുന്നത് എങ്ങനെയാണ്? നേരെ ഇങ്ങോട്ടാണ് നമ്മളുടെ റിസൾട്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, നേരെ ഇങ്ങോട്ടാണ് റിസൾട്ടിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക അല്ലേ. അപ്പോൾ എന്താണ്? ഇതാണ് റിസൾട്ടൻ്റ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ ഉണ്ടാകുന്ന ആംഗിളാണ് എന്ത് പറയുന്നത്? ഞാൻ പറഞ്ഞു എന്താണ്? ഫൈ, അതായത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി ജസ്റ്റ് ഇതിൽ നിന്നും ടാൻ ഫൈ എന്ന് എടുത്ത് നോക്കൂ. ടാൻ ഫൈ, ജസ്റ്റ് ഈ ഒരു ട്രയാങ്കുലറിൽ നിന്നും ടാൻ ഫൈ എന്ന് എടുത്ത് നോക്കൂ. ടാൻ ഫൈ എന്താണ്? ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? എഫ് ആണ് അല്ലേ. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമീപവശം എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ റിയാക്ഷൻ ആറാണ്. ഓക്കെ, അപ്പോൾ അതായത് എഫ് ബൈ ആർ, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ബൈ നോർമൽ റിയാക്ഷൻ എന്താണ്? ഇവിടെ സെയിം തന്നെയാണ്. അപ്പോൾ ഇത് ഈക്വൽ ടു എന്തായിരിക്കും? ടാൻ ഫൈ ആയിരിക്കും. ഓക്കെ, വളരെ സിമ്പിളാണ് അല്ലേ. എന്താണ് ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ? ടാൻ ഫൈ ഈക്വൽ എന്താണ്? എഫ് ഡിവൈഡഡ് ബൈ ആർ, അതായത് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്നും കൂടി ഇതിനൊന്ന് ചുരുക്കി എഴുതാം. അപ്പോൾ എന്താണ്? അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈക്വൽ ടു എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ. ഓക്കെ, മ്യൂ ഇൻറ്റു ആർ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? വേർ മ്യൂ ഈസ് ദി മ്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? മ്യൂ ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലേ. മ്യൂ ഈസ് ദി എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലേ. മ്യൂ ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് phi is the angle of friction അല്ലേ. phi is the angle of friction and then F is the maximum frictional force അല്ലേ. maximum frictional force at the limiting friction. Okay, then R is the normal reaction
നോർമൽ റിയാക്ഷൻ between the two bodies. ഓക്കെ, അപ്പോൾ ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കണം. നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയുള്ള ഒരു ഇക്വേഷൻ ആണെന്ന് പറയുന്നത് mu is equal to F/R, that is equal to tan phi. ഓക്കെ, അപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷനും പഠിച്ചു. നമ്മൾ അടുത്തതായിട്ടുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് ആംഗിൾ ഓഫ് റീപോസ്? ഓക്കെ, എന്താണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കിതും എന്താണ് ഒരു ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ്, ഇവിടെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാരുണ്ട്, ഒരു ബോഡി ഉണ്ട് അല്ലേ. ഇവിടെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാരുണ്ട്, ഒരു ബോഡി റെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു എന്താണ്, ആ ഒരു ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യാനാണ് ശ്രമിക്കുക അല്ലേ, താഴേക്ക് മൂവ് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തുണ്ടാകും, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ അല്ലേ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ പറഞ്ഞു എന്താണ്, ഈ ഒരു ബോഡി ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സർഫസ് എന്ത് ചെയ്യും, ഈ ഒരു ബോഡിയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും അല്ലേ. ആ ഫോഴ്സ് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, നോർമൽ റിയാക്ഷൻ. നമ്മളെന്ത് പറഞ്ഞു, അതിനെ R എന്നുള്ള ലെറ്റർ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറയാത്തിൽ വേറെ സാധനം കൂടി ഉണ്ട്, എന്ത്, വെയിറ്റ് അല്ലേ. വെയിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ നമ്മൾ മുന്നത്തെ ഫിഗർ നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താണ് വെയിറ്റ്? നമ്മൾ പറഞ്ഞ എന്താണ്, വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുക അല്ലേ. നമ്മൾ ഇൻക്ലൈൻഡ് സർഫസിൽ അല്ലേ, ഈ ഒരു ബോഡിയിലുള്ള വെയിറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ, ഈ ഒരു വെയിറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിനെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്ക് ജസ്റ്റ് ഒരു അസ്യൂം ചെയ്യാം, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണെന്ന് എഴുതിക്കോളൂ. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പോൾ എന്തായിരിക്കും, ഈ ഒരു ആംഗിളും തീറ്റയായിരിക്കും. ഈ ആംഗിൾ തീറ്റയാവുന്ന സമയത്ത് എന്താണ്, ഈ ഒരു ആംഗിളും തീറ്റയാണ്. ഓക്കെ, ഈ ഒരു ആംഗിളും തീറ്റയായിരിക്കും. അപ്പോൾ എന്താണ്, നമുക്ക് ഈ ഒരു ഡബ്ല്യുവിനെ നമുക്ക് ഹൊറിസോണ്ടൽ കമ്പണൻ്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പണൻ്റ് ആയിട്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ കമ്പണൻ്റ് എന്ന് പറയുന്നത് എന്താണ്, നേരല്ലേ, ഈ ഒരു കമ്പണൻ്റ് ആണ് ഹൊറിസോണ്ടൽ കമ്പണൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു വെയിറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. അതായത് എന്താണ്, ഈ ഹൊറിസോണ്ടലായിട്ടും ഒരു കമ്പണൻ്റ് ഉണ്ട്, വെർട്ടിക്കലായിട്ട് ഒരു കമ്പണൻ്റ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി റിസൾട്ടിനാണ് എന്ന് പറയുന്നത് W എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, W കോസ് തീറ്റയാണ്. ഓക്കെ, ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പണൻ്റ് എന്ന് പറഞ്ഞാലോ W സൈൻ തീറ്റയാണ്. ഓക്കെ, അതായത് ഒന്നുമില്ല, ജസ്റ്റ് എന്താണ്, ഈ W സൈൻ തീറ്റയും ഈ W കോസ് തീറ്റയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈ W കിട്ടും. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ റിസോൾവ് ചെയ്യുകയാണ്. ഈ ഒരു ഡബ്ല്യുവിനെ നമ്മൾ റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഹൊറിസോണ്ടൽ കമ്പണൻ്റ് ഉണ്ടാകും, വെർട്ടിക്കൽ കമ്പണൻ്റ് ഉണ്ടാകും. ആ ഹൊറിസോണ്ടൽ കമ്പണൻ്റ് ആണെന്ന് പറയുന്നത് W കോസ് തീറ്റ എന്ന് പറയുന്നത്, ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പണൻ്റ് ആണെന്ന് പറയുന്നത് W സൈൻ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു ആംഗിൾ തന്നെയായിരിക്കും ഈ ഒരു ആംഗിൾ. നമ്മൾ ജസ്റ്റ് ആ ഒരു ആംഗിളിൻ്റെ കാര്യം നോക്കിയാൽ മതി. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാകും, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് മനസ്സിലാകും. ഓക്കെ, ഇനി നോക്കൂ, ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. റിസോൾവിങ് ദ ഫോഴ്സ് അലോങ് ദി പ്ലെയിൻ. ഓക്കെ, റിസോൾവിങ് ദി നമുക്ക് ഡെഫിനിഷൻ ലാസ്റ്റ് പറയാം കേട്ടോ. റിസോൾവിങ് ദി ഫോഴ്സസ് along the plane. അതായത് നമ്മൾ എന്ത് ചെയ്യുക, റിസോൾവ് ചെയ്യുക അല്ലേ, നമ്മൾ മൊത്തം ഫോഴ്സിനെ റിസോൾവ് ചെയ്യുകയാണ് അലോങ് ദി പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഡയറക്ഷനിൽ, ഈ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ റിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഹൊറിസോണ്ടൽ സർഫസിലെ രണ്ട് ഫോഴ്സാണ് ഉള്ളത് അല്ലേ, ഒരു F ഉണ്ട്, W സൈൻ തീറ്റ ഉണ്ട്. ഇതെന്താണ്, ഇത് ഈക്വൽ ആയിരിക്കും അല്ലേ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് ഇവിടെ രണ്ട് ഫോഴ്സേ ഉള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു Fന് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത്, ഈ ഒരു W സൈൻ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം, F ഈസ് ഈക്വൽ ടു, അതായത് നമ്മളിവിടെ ഫോഴ്സ് അലോങ് ദി പ്ലെയിൻ ആണ് കേട്ടോ. അതായത് ഈ ഒരു ഹൊറിസോണ്ടൽ സർഫസിലുള്ള ഫോഴ്സ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഉള്ളൂ രണ്ട് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ എന്താണ്, ലെഫ്റ്റിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്, അതേപോലെ റൈറ്റിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് F ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, F ഈസ് ഈക്വൽ ടു W സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ റിസോൾവിങ് the forces
along the normal, resolving the forces along the നോർമൽ. നമുക്ക് എന്ത് ചെയ്യാം, നോർമലിലൂടെ റിസോൾവ് ചെയ്യാം. ഓക്കെ, ഇപ്പം നോർമലിൽ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? ആറുമുണ്ട്, ഡബ്ല്യു കോസ് തീറ്റയും ഉണ്ട് അല്ലേ. ആറുമുണ്ട്, ഡബ്ല്യു കോസ് തീറ്റയും ഉണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു കോസ് തീറ്റ എന്ന് എഴുതാം അല്ലേ. ആർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു കോസ് തീറ്റ എന്ന് എഴുതാം. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി അല്ലേ. അതായത് ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, അതുപോലെ തന്നെ ഇവിടെയും ഒരു ഇക്വേഷൻ കിട്ടി. രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഫ്രം ഇക്വേഷൻസ് 1 and 2 ഫ്രം ഇക്വേഷൻ 1 and 2 എന്താണ്? 1 and 2 ഫ്രം ഇക്വേഷൻ 1 and 2 എഫ് അല്ലേ, നമുക്ക് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് എഫ് ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഡബ്ല്യു സൈൻ തീറ്റ ബൈ ഡബ്ല്യു കോസ് തീറ്റ. ഓക്കെ, ഡബ്ല്യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഡബ്ല്യു കോസ് തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡബ്ല്യു സൈൻ തീറ്റ ബൈ ഡബ്ല്യു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഡബ്ല്യു വെട്ടിപ്പോയി അല്ലേ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എഫ് ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരമായിട്ട് എന്ത് പറഞ്ഞില്ല? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾക്ക് എന്താണ് ഈ ഒരു തീറ്റയാണ് എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ തീറ്റ എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും തീറ്റ എന്ന് പറഞ്ഞാൽ? അതായത് ഈ ഒരു ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ആംഗിളാണെന്ന് പറയുന്നത് അല്ലേ, ഈ ഒരു തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ആംഗിളാണ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പറഞ്ഞാൽ മതി ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ? അല്ല. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ പോരാ. ഓക്കെ, അപ്പോൾ കുറേ ആംഗിൾ ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷേങ്കിൽ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ എന്തേ പാടുള്ളൂ? ഒരൊറ്റ ആംഗിളേ പാടുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന് കുറേ ആംഗിൾ വരും അല്ലേ. പക്ഷേങ്കിൽ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുമ്പോൾ എന്തേ പാടുള്ളൂ? ഒരൊറ്റ ആംഗിളേ പാടുള്ളൂ. അതായത് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി മാക്സിമം ഇൻക്ലിനേഷൻ ഓഫ് ദ പ്ലെയിൻ അറ്റ് വിച്ച് എ ബോഡി ക്യാൻ റിമൈൻ ഇൻ ഇക്വിലിബ്രിയം ഓവർ ദി പ്ലെയിൻ എൻറ്റയർലി ബൈ ദി അസിസ്റ്റൻസ് ഓഫ് ഫ്രിക്ഷൻ ഈസ് കാൾഡ് ആംഗിൾ ഓഫ് റീപോസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ആംഗിൾ തന്നെയാണ് എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ മാക്സിമം ഇൻക്ലിനേഷൻ. അതായത് ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മാക്സിമം ഇൻക്ലിനേഷൻ ആണ്. എന്തിൻ്റെ മാക്സിമം ഇൻക്ലിനേഷൻ ആണ്? അതായത് ഈ ഒരു ബോഡി താഴേക്ക് വരാണ്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ബോഡി ഇങ്ങനെ താഴേക്ക് വരാണ്ട് റെസ്റ്റ് ചെയ്യുന്ന മാക്സിമം ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണെന്ന് പറയുന്നത് നമ്മളുടെ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് റീപോസിനെക്കാട്ടിലും ഇല്ല ഈ ഒരു തീറ്റ കുറച്ച് കൂടി കഴിഞ്ഞാൽ സംഭവിക്കും, ഈ ഒരു ബോഡി താഴത്തേക്ക് ഇങ്ങനെ വരും. ഓക്കെ, ഇത് ഡൗൺവേർഡ് ആയിട്ട് ഇങ്ങനെ മോഷൻ സംഭവിക്കും. ഓക്കെ, അതായത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതാം. ഡെഫിനിഷൻ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതാം. എന്താണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ ദ മാക്സിമം ഇൻക്ലിനേഷൻ of the plane at which a body can remain in equilibrium over the plane entirely by the assistance of friction. അതാണ് എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് റീപോസിൻ്റെ ഡെഫിനിഷനാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് ഈ ഒരു തീറ്റയെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഓക്കെ, നമ്മൾ റിസോൾവ് ഒക്കെ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ തീറ്റയെ കണക്ട് ചെയ്യുന്ന ഇക്വേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ
നമ്മളിപ്പോൾ ജസ്റ്റ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഇൻക്ലിനേഷൻ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻക്ലിനേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു തീരെ ഇൻക്ലിനേഷൻ സീറോ ആണെങ്കിൽ സംഭവിക്കും ഇങ്ങനെയായിരിക്കും അല്ലേ? ഈ ആ ഒരു പ്ലെയിൻ്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഇൻക്ലിനേഷൻ ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? അങ്ങനെ അല്ലേ, ആ ഒരു പ്ലെയിൻ ഇങ്ങനെ അല്ലേ ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഒരു ഘട്ടത്തുമ്പോൾ എന്ത് ചെയ്യും? നോക്കൂ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബോഡി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലേ? ആ ബോഡി നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ഇൻക്ലിനേഷൻ ഇങ്ങനെ കൂട്ടി വന്നു. കൂട്ടി വന്നപ്പോൾ എന്ത് ചെയ്തില്ല? ആ ഒരു ബോഡി മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, ആ ഒരു ബോഡി മൂവ് ചെയ്യുന്നില്ല. ഇങ്ങനെ കൂട്ടി വന്നു. ഒരു ഘട്ടത്തിൽ ഇപ്പം എന്ത് ചെയ്തു? ആ ഒരു ബോഡി മൂവ് ചെയ്തു. അപ്പോൾ ഈ ജസ്റ്റ് ബിഗിൻസ് ടു മൂവ്, അതായത് ആ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു മൂവ് ആവുന്ന സമയത്തുള്ള ഇൻക്ലിനേഷൻ ആണെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ. അതായത് ദ മാക്സിമം ഇൻക്ലിനേഷൻ ഓഫ് ദ പ്ലെയിൻ അറ്റ് വിച്ച് എ ബോഡി ക്യാൻ റിമൈൻ ഇൻ ഇക്വിലിബ്രിയം ഓവർ ദി പ്ലെയിൻ എൻറ്റയർലി ബൈ ദി അസിസ്റ്റൻസ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അതായത് ഫ്രിക്ഷൻ്റെ സഹായത്തോടു കൂടി മാത്രം ആ ഒരു ബോഡിക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള മാക്സിമം ഓഫ് ഇൻക്ലിനേഷൻ, അതിനാണ് എന്ത് പറയുന്നത്? നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ചെയ്തെന്തായിരുന്നു? നമ്മൾ നേരത്തെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? എഫ് ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ എന്താണ്? ടാൻ തീറ്റയാണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏത്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ ആർ അല്ലേ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ ആർ നമ്മൾ നേരത്തെ കണ്ടു. നമ്മൾ നേരത്തെ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു? എഫ് ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ നമ്മളെന്ത് കണ്ടു? ടാൻ ഫൈ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, അതെന്തായിരുന്നു? ടാൻ ഫൈ ഈസ് ഈക്വൽ ടു മ്യൂ എന്നുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഓക്കെ, നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു കോളത്തിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി ഇവിടുന്ന്? അതായത് അല്ലേ, ഇവിടെയും എഫ് ഡിവൈഡഡ് ബൈ ആർ ആണ്, ഇവിടെ എഫ് ഡിവൈഡഡ് ബൈ ആർ ആണ്. ഓക്കെ, ഇവിടെ ടാൻ ഫൈ ആണ്, ഇവിടെ ടാൻ തീറ്റ ആണ്. ഓക്കെ, അതായത് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആംഗിൾ ഓഫ് റീപോസ് ഈക്വൽ ടു എന്താണ്? ആംഗിൾ ഓഫ് റീപോസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പം നമ്മൾ അതിവിടെ ഡിറൈവ് ചെയ്തു. അപ്പോൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അതായത് ആംഗിൾ ഓഫ് ദി പ്ലെയിൻ ഈസ് ഈക്വൽ ടു എന്താണ്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൂടി ഇവിടെ എന്ത് ചെയ്തു? ഡിറൈവ് ചെയ്തു. നമുക്ക് അടുത്ത് നോക്കാം കോൺ ഓഫ് ഫ്രിക്ഷൻ. എന്താണ് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമുക്ക് നോക്കൂ, ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനിൽ എന്തുണ്ട്? ആ ഒരു പ്ലെയിനിൽ ഒരു ബോഡി റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്ലെയിനിൽ ഒരു ബോഡി റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ബോഡി റെസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും? അതിന് നേരെ പെർപെൻഡിക്കുലറായിട്ട് എന്ത് ചെയ്യും? ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും അല്ലേ? അതായത് എന്താണ്? ഇവിടെ നമ്മൾ നോർമൽ റിയാക്ഷൻ കാണിച്ചിട്ട് എന്താണ്? ആർ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു നോർമൽ റിയാക്ഷൻ നമ്മൾ കാണിച്ചു. ഓക്കെ, ഇനി നോക്കൂ, ഈ ഒരു ബോഡി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒ പി ഡയറക്ഷനിൽ എന്ത് ചെയ്തു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഒ പി ഡയറക്ഷൻ നമ്മൾ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇങ്ങനെ ഒ പി ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കും? ഈ ഒ ക്യു ഡയറക്ഷനിൽ എന്തുണ്ടാകും? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ടായി, ഇവിടെ എന്തുണ്ടായി? ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടായി. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും ഒരു റിസൾട്ടൻ്റ് ഉണ്ടാകും അല്ലേ? ആ റിസൾട്ടൻ്റാണ് എന്ത് പറയുന്നത്? എസ് എന്ന് പറയുന്നത്. ഓക്കെ, എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റിസൾട്ടൻ്റ് ഉണ്ടായി. ഓക്കെ, ആ റിസൾട്ടൻറ്റും നോർമൽ റിയാക്ഷൻ തമ്മിലുള്ള ആംഗിളാണെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ഇനി നോക്കൂ, ഇനി നമ്മൾ ഇങ്ങോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തതെന്ന് എഴുതിക്കോളൂ. ഇങ്ങോട്ടാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം സംഭവിക്കും? നമ്മൾ ഇങ്ങോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റായിട്ട് എന്ത് ചെയ്യും? ഇവിടേക്ക് ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാകും. ഓക്കെ, നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടേക്ക് ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാകും. നോക്കൂ, നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞത് എങ്ങോട്ടായിരുന്നു? ഇങ്ങോട്ടാണ് ഫോഴ്സ് കൊടുത്തത്, ഇങ്ങോട്ടാണ് ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാകുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം സംഭവിക്കും? ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഇങ്ങോട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻ്റ് എങ്ങോട്ടുണ്ടാകും? നേരെ ഇങ്ങോട്ട് എസ് ഉണ്ടാകും. ഓക്കെ, അതായത് ഇത് എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ ഒരു 360 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, 360 ഡിഗ്രിയിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈക്വലൻ്റ് ഓപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ട് ആരുണ്ടാകും? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. അതേപോലെ തന്നെ എന്തുണ്ടാകും? ഒരു ഫോഴ്സ് ഉണ്ടാകും. ഓക്കെ, ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാകും, അതേപോലെ തന്നെ ഒരു ഫോഴ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എന്തുണ്ടാകും? അപ്പോൾ അതേപോലെ ഒരു റിസൾട്ടൻറ്റും എസ് എന്ന് പറഞ്ഞ റിസൾട്ടൻ്റ് ഉണ്ടാകും. ഓക്കെ, ആ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇങ്ങനെ 360 ഡിഗ്രിയും ഇങ്ങനെ ഒരു കോണ് പോലെ ഉണ്ടാകും. ഓക്കെ, ഒരു കോണ് പോലെ ഇങ്ങനെ ഉണ്ടാകും. അതായത് അതിൻ്റെ ആക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോർമൽ റിയാക്ഷൻ ആയിരിക്കും. എന്ത് ചെയ്യും? ഇതൊരു കോണ് പോലെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും എന്തുണ്ടാകും?
ഒരു റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോണ് പോലെ ഇതിന് അല്ലേ ഈ നോർമൽ റിയാക്ഷൻ ആക്സ് ആയിട്ടുള്ള ഒരു കോണ് പോലെ ഉണ്ടാകും. അതാണ് എന്ത് പറയുന്നത് നമ്മുടെ കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ എന്താണ്, വെൻ എ ബോഡി ടെൻസ് ടു സ്ലൈഡ് അലോങ് എ സർഫസ് ഇൻ ദി ഡയറക്ഷൻ OP ആസ് ഷോൺ ഇൻ ഫിഗർ, frictional force F is come into play and it act in the opposite direction, that is along OQ. Okay, now the resultant S and now the resultant S of R and F makes an angle phi with its normal reaction. Okay, if the body is on the point of sliding any other direction, the line of action of S will again makes an angle phi. Okay, again makes an angle phi with the normal reaction. Hence ini parayunnathaanu definition. Hence, when the limiting friction exerted, the line of action of the total reaction always lie in the surface of an inverted right circular cone of semi-vertical angle phi. The imaginary cone is called cone of friction. Okay, അതായത് എന്താണ് പറഞ്ഞത്, when the limiting friction exerted, when the limiting friction exerted, the line of action of the total reaction, always lie in the surface of an inverted right circular cone of semi-vertical angle phi. This imaginary cone is called cone of friction. ഓക്കെ, അതായത് ഈ ഒരു റിസൾട്ടൻ്റ് അല്ലേ, ഈ ഒരു റിസൾട്ടൻ്റ് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞത് ഒരു കോൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, വെൻ ദി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എക്സേർട്ടഡ് ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ടോട്ടൽ റിയാക്ഷൻ ഓൾവേസ് ലൈൻ ഇൻ ദി സർഫസ് ഓഫ് ആൻ ഇൻവേർട്ടഡ് റൈറ്റ് സർക്കുലാർ കോൺ ഓഫ് സെമി വെർട്ടിക്കൽ ആംഗിൾ ഫൈ. സെമി വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ അല്ലേ പകുതിയുള്ള ആംഗിൾ എന്ന് പറഞ്ഞത് ഫൈ എന്ന് പറഞ്ഞത്. ദിസ് ഇമാജിനറി കോൺ ഈസ് കാൾഡ് അതാണെന്ന് പറയുന്നത് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തും കൂടി പഠിച്ചു, കോൺ ഓഫ് ഫ്രിക്ഷൻ കൂടി പഠിച്ചു. കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് എന്താണ് നമ്മളുടെ ആ ഒരു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ്റെ തന്നെ അല്ലേ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരു കോൺ തന്നെയാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെമി വെർട്ടിക്കൽ ആംഗിൾ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കോണാണെന്ന് പറഞ്ഞാൽ കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ്റെ തന്നെ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയുള്ളൊരു കൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ടോപ്പിക് നോക്കാം, എന്താണ് ലോസ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അതുകൂടി നമുക്ക് നോക്കാം. ലോസ് ഓഫ് ഫ്രിക്ഷൻ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് വൺ ഈസ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും അതേപോലെ ലോസ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷനും. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഡെഫിനിഷനാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് എഴുതി പോകാം. ഫസ്റ്റ് വൺ ഈസ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ഇതിലൊരു
എത്ര ഒരു 5 ലോസ് പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് വൺ, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓൾവേസ് ആക്ട് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഇൻ വിച്ച് ബോഡി ടെൻസ് ടു മൂവ്. ഓക്കെ, അതായത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് ടു ദാറ്റ് ഇൻ വിച്ച് ബോഡി ടെൻസ് ടു മൂവ്. അതായത് ഫസ്റ്റ് നമ്മളുടെ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ലോ എന്താണ്? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ always act in a direction opposite to that in which body tends to move. If the force of friction would have, okay, ഇത്ര മതി. അതായത് എന്താണ്? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓൾവേസ് ആക്ട് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഇൻ വിച്ച് ദ ബോഡി ടെൻസ് ടു മൂവ്. ഇതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലോ നമുക്ക് നോക്കാം. ടിൽ ദ ലിമിറ്റിംഗ് വാല്യൂ ഈസ് റീച്ച്ഡ് the magnitude of friction is exactly equal to the magnitude of friction is exactly equal to the എന്താണ്? force which tends to move the body. Okay, നമുക്ക് അടുത്ത് നോക്കാം. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതായത് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്താണ്? അതായത് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ നമ്മുടെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റിംഗ് വാല്യൂ ഈസ് റീച്ച്ഡ് ടിൽ ദ ലിമിറ്റിംഗ് വാല്യൂ ഈസ് റീച്ച്ഡ്. അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്തുന്നവരെ എന്തായിരിക്കും? അവിടെ എത്രയാണോ കൊടുക്കുന്ന ഫോഴ്സ് അത് തന്നെയായിരിക്കും എന്ത് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് ലോ. ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ ലോ നോക്കാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ബിയേഴ്സ് എ കോൺസ്റ്റന്റ് റേഷ്യോ ടു ദി നോർമൽ റിയാക്ഷൻ between the two surfaces of contact and this ratio is called coefficient of friction. അതായത് എന്താ പറഞ്ഞത്? the magnitude of limiting friction. അതായത് magnitude of limiting friction bears a constant ratio. നമ്മുടെ റേഷ്യോ എന്ന് എഴുതി. constant ratio directly proportional to the constant ratio to the normal reaction. normal reaction നമുക്ക് NR എന്ന് എഴുതാം, അല്ലെങ്കിൽ R എന്ന് എഴുതിയാൽ മതി കേട്ടോ. നോർമൽ റിയാക്ഷൻ അതായത് എന്താണ്? ഇത് പ്രപ്പോർഷനിലാണ്. ഓക്കെ, ഇത് പ്രപ്പോർഷനിലാണ്. അപ്പോൾ അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം. F/R is equal to a constant and that constant is equal to mu and we call mu as coefficient of friction. ഓക്കെ, വളരെ സിമ്പിളാണ്. അതായത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ബിയേഴ്സ് എ കോൺസ്റ്റന്റ് റേഷ്യോ വിത്ത് ദി നോർമൽ റിയാക്ഷൻ ആൻഡ് ദാറ്റ് റേഷ്യോ കോൾഡ് ആസ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അതായത് F/R is equal to a constant. ഓക്കെ, വളരെ സിമ്പിളാണ്. നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. എന്താണ്? ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റഫ്നെസ് ഓർ സ്മൂത്ത്നെസ് ഓഫ് ദി സർഫസ്. അതായത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ നാലാമത്തെയാണ്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ will depends upon the roughness or smoothness of
ഓഫ് ദി സർഫസ്, സ്മൂത്ത്നെസ് ഓഫ് ദി സർഫസ്. ഞാൻ ഫുള്ള് എഴുതുന്നില്ല, പറയുന്നത് ഫുള്ള് പറയുന്നുണ്ട്, എഴുതുന്നത് എന്ത് ചെയ്യുന്നില്ല, അത് ഫുള്ള് ഡെഫിനിഷനായിട്ട് തന്നെ എഴുതുന്നില്ല. ഓക്കെ, ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് മാത്രമേ എഴുതുന്നുള്ളൂ. അതായത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്താണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റഫ്നെസ് ഓർ സ്മൂത്ത്നെസ് ഓഫ് ദി സർഫസ്. അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ്, അതായത് എന്താണ്, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദി ടു സർഫസ്. ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദി ടു സർഫസ്. ഇത് അധികവും നിങ്ങൾക്ക് എന്താണ്, ഒരു കൺസെപ്ച്വലി നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതായത് എന്താണ്, ഒരു ബോഡി ഒരു സർഫസിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു സർഫസ് വരച്ചു, ആ ഒരു സർഫസിൽ നിന്ന് ഒരു ബോഡി ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കൂ, നമ്മൾ പറഞ്ഞ എന്താണ്, ഇവിടെ ഈ ഒരു ഏരിയ ഓഫ് കോണ്ടാക്ട്, ഈ ഒരു ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മളുടെ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് എന്ത് പറയുന്നത്, നമ്മളുടെ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറയുന്നത്. ഓക്കെ, അതായത് എന്ത് ചെയ്യുന്നില്ല, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദി ടു സർഫസ്. ഓക്കെ, അപ്പോൾ അതായത് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദി ടു സർഫസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ന് പറയുന്നത് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി നമുക്ക് ലോസ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ കൂടി നമുക്ക് നോക്കാം. ലോസ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ. ഓക്കെ, ഇതിലും ഏകദേശം സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ ഒരു കുറച്ച് എഴുതുള്ളൂ കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ കുറച്ച് എഴുതുന്നുള്ളൂ, ബാക്കി ഞാൻ പറഞ്ഞു പോകാം. അപ്പോൾ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ നമ്മൾ ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് കൂടി പറയും. ഓക്കെ, ലോസ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ ഓർ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും, രണ്ടുപേരും കൂടി പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ആക്ട് ഇൻ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഇൻ വിച്ച് ദി ബോഡി ഈസ് മൂവിങ്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ലോ തന്നെ, നമ്മളുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷനുള്ള ഫസ്റ്റ് ലോ തന്നെ. അതായത് നമ്മളുടെ ഫ്രിക്ഷണൽ ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അതുണ്ടാവുക, അല്ലേ. നമ്മുടെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾവേസ് ആക്ട് ഇൻ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ദി ബോഡി മൂവിങ്. ഓക്കെ, ബോഡി മൂവ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആരുണ്ടാവുക, ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ ബോഡി സ്റ്റാർട്ട്സ് മൂവിങ് ഡൈനാമിക് ഫ്രിക്ഷൻ കംസ് ഇൻ ടു പ്ലേ, the magnitude which is less than that of the limiting friction and bears a constant ratio with the normal force. The ratio is called the coefficient of dynamic friction. അതായത് നമ്മളുടെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വരെയാണ് എന്തിലുള്ളത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉള്ളത്. ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. ബോഡി മൂവ് ചെയ്യുന്നത് വരെയുള്ള ലോ ആണെന്ന് പറഞ്ഞത് ഫസ്റ്റ് ഇയർ ലോ, ഇത്രയും ലോസ്, അതായത് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുള്ള ലോ ആണെന്ന് പറഞ്ഞത് ലോ ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ. അതായത് ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ അത്രയും എന്തുണ്ടാകില്ല, ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാകില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, നമ്മളൊരു ബോഡി ഒരു സർഫസിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 180 ന്യൂട്ടൺ വേണം എന്തിനു വേണ്ടിയിട്ട്, ഈ ഒരു ബോഡി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ 80 ന്യൂട്ടനെ കൊടുത്തുള്ളൂ എങ്കിൽ എന്താണ്, ഫ്രിക്ഷൻ ഫോഴ്സ് 80 ആയിരിക്കും. 90 ആണെങ്കിൽ എന്തായിരിക്കും, ഫ്രിക്ഷൻ ഫോഴ്സ് 100 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 180 കൊടുത്തു എഴുതിക്കോളൂ. അപ്പം എത്ര ഉണ്ടാവില്ല, അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവില്ല, 180 ഉണ്ടാകില്ല. എത്ര ഉണ്ടാകുള്ളൂ, 180 തന്നെ ഉണ്ടാകുള്ളൂ. ഓക്കെ, കാരണം എന്താണ്, ബാക്കിയുള്ള ഫോഴ്സാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതായത് എന്താണ്, ഇവിടെയുള്ള നമ്മളുടെ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മളുടെ ഇത് ലെസ് ദാൻ ആയിരിക്കും എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ, സ്റ്റാറ്റിക് അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റിംഗ് ഫ്രിക്ഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതായത് ആഫ്റ്റർ ദ ബോഡി സ്റ്റാർട്ട്സ് മൂവിങ് ദ ഡൈനാമിക് ഫ്രിക്ഷൻ കംസ് ഇൻ ടു പ്ലേ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വിച്ച് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ബട്ട് ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു കോൺസ്റ്റന്റ് റേഷ്യോ ഉണ്ടാക്കുന്നുണ്ട്. അതായത് എന്താണ്, ഇറ്റ് ബിയേഴ്സ് എ കോൺസ്റ്റന്റ് റേഷ്യോ വിത്ത് ദി നോർമൽ ഫോഴ്സ്. അതായത് ഇവിടെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള നോർമൽ റിയാക്ഷനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൺസ്റ്റന്റ് റേഷ്യോ ഉണ്ടാക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് പറയും, കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയും. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയും. ഓക്കെ, ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇത് ഫുൾ എഴുതുന്നില്ല, ഞാൻ പറയുന്നത് ഫുള്ള് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ,
നമുക്ക് ലാസ്റ്റ് ഉള്ള ലോ ആണെന്ന് പറയുന്നത് ഫോർ മോഡറേറ്റ് സ്പീഡ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ബട്ട് ഇറ്റ് ഡിക്രീസ് സ്ലൈറ്റ്ലി വിത്ത് ദി ഇൻക്രീസ് ഇൻ സ്പീഡ്. അതായത് നമ്മളൊരു മോഡറേറ്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അവിടെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് മോഡറേറ്റ് സ്പീഡാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നമ്മൾ ഒരു റോഡിലൂടെ ഇങ്ങനെ ഒരു മോഡറേറ്റ് സ്പീഡ്, അതായത് ഒരു 50 മീറ്റർ പെർ സെക്കൻഡ് മാത്രമേ ഓടിക്കുന്നുള്ളൂ എഴുതിക്കോ, 50 മീറ്റർ പെർ സെക്കൻഡ് മാത്രമേ ഓടിക്കുന്നുള്ളൂ എന്ന് കരുതിക്കോളൂ. അപ്പം എന്ത് സംഭവിക്കും? അപ്പം ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ എങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ എങ്കിൽ ഇപ്പം നമ്മളൊരു ബട്ട് ഇറ്റ് ഡിക്രീസസ് സ്ലൈറ്റ്ലി വിത്ത് ഇൻക്രീസ് ഇൻ സ്പീഡ്. അതായത് ഇവിടെ നമ്മൾ സ്പീഡ് കൂട്ടുന്ന സമയത്ത് അതായത് ഇൻക്രീസ് ഇൻ സ്പീഡ് കൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യില്ല? ഫ്രിക്ഷൻ ഫോഴ്സ് എന്തല്ല? കോൺസ്റ്റൻ്റ് അല്ല. അവിടെ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ ഫോഴ്സ് കുറയും. ഫ്രിക്ഷൻ ഫോഴ്സ് കുറയും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു വണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിപ്പോൾ ഒരു മോഡറേറ്റ് സ്പീഡ് നമ്മൾ മെല്ലെ ഇങ്ങനെ ഓടിച്ച് പോവുകയാണ്. അപ്പോൾ എന്താണ്? ഫ്രിക്ഷൻ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ നമ്മൾ എന്താണ്? വണ്ടി വളരെ സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് പെട്ടെന്ന് വേഗത്തിൽ പോകാൻ പറ്റുന്നത്. അത് ഫോർ മോഡറേറ്റ് സ്പീഡ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് ബട്ട് ഡിക്രീസ് സ്ലൈറ്റ്ലി വിത്ത് ദി ഇൻക്രീസ് ഇൻ സ്പീഡ്. നമ്മൾ സ്പീഡ് കൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫ്രിക്ഷൻ ഫോഴ്സ് കുറയുന്നുണ്ട്. ബട്ട് ഇറ്റ് ഡിക്രീസ് സ്ലൈറ്റ്ലി വിത്ത് ദി ഇൻക്രീസ് ഇൻ സ്പീഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലോസ് ഓഫ് ഫ്രിക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു? നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് നോർമൽ റിയാക്ഷൻ ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വൺ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ പഠിച്ചു. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ പഠിച്ചു. ദെൻ കോൺ ഓഫ് ഫ്രിക്ഷൻ പഠിച്ചു. നമ്മൾ ലാസ്റ്റ് എന്ത് പറഞ്ഞു? ലോസ് ഓഫ് ഫ്രിക്ഷനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോസ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ 2 കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറഞ്ഞു, അതേപോലെ തന്നെ ലോസ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷനും നമ്മൾ പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി നിരുന്നു. താങ്ക് യു.